don't you think like that? I will love you endlessly if you don't believe in me. എല്ലാവർക്കും ജോബീന ജുവൽ വണ്ടേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ലോസ് ജേർണി ഒക്കെ ചെയ്യുന്നുണ്ടോ? എൻ്റെ കൂടെ ഒത്തിരി പേര് വെയിറ്റ് ലോസ് ജേർണി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഞാനിട്ട റെസിപ്പി ആയ നമ്മുടെ ഏർലി മോർണിംഗിൽ എംറ്റി സ്റ്റൊമക്കിൽ കുടിക്കാനുള്ള ജ്യൂസിന്റെ അത് കയറി കാണണം കേട്ടോ. നിങ്ങളുടെ എന്താണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എന്നെ അറിയിക്കണം. അപ്പൊ എന്റെ പ്രസന്റ് വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോ കണ്ടോ? എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് ലോസ് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, എനിക്കും തോന്നുന്നില്ല. കാരണം എൻ്റെ വെയിറ്റ് ഇന്നലെ കൊണ്ട് മൊത്തത്തിൽ സ്റ്റക്കായി. ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറഞ്ഞു, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ലെന്ന്. പക്ഷെ ഇന്നലെ കൊണ്ട് അത് സ്റ്റക്കായി, ഇന്നും അതേപോലെയാണ്. അപ്പോൾ ഞാൻ കരുതിയിരിക്കുന്നത് വേറൊരു ഡയറ്റ് പ്ലാനിലോട്ട് പോകാം, മൊത്തത്തിലൊരു ചേഞ്ച് കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതായിരിക്കും. തോറ്റ് പിന്മാറാൻ നമ്മൾ തയ്യാറല്ല. നെക്സ്റ്റ് മന്ത് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് നിങ്ങളോട് പറയുമ്പോൾ, അതായത് നമ്മുടെ ഓഗസ്റ്റ് 11 എല്ലാം കാണിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്കൊരു 3-4 കിലോയെങ്കിലും കുറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ കഴിവതും അത്രയും കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കും. 11 ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം വിശദമായി പറയുന്നതായിരിക്കും. ഞാൻ ആ കടന്നു പോയ എൻ്റെ ഇമോഷണൽ ഫിസിക്കൽ ചലഞ്ചസ് എല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. ഞാൻ എന്തൊക്കെ രീതിയിലാണ് വെയിറ്റ് ലോസിന് ഞാൻ ട്രൈ ചെയ്തത്, എവിടെയൊക്കെയാണ്, എത്ര ദിവസങ്ങളിലാണ് എൻ്റെ വെയിറ്റ് സ്റ്റക്കായത്, അങ്ങനെ എല്ലാം ഞാൻ നിങ്ങളോട്ട് പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ കൂടെ ജേർണി ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഡബിൾ ചിന്നിനുള്ള എക്സസൈസ് ചെയ്യണം, കൂടെ തന്നെ ചെയ്ത് വരണം. ആ ഡബിൾ ചിന്നിൻ്റെ എക്സസൈസ് എല്ലാവരും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ആ വീഡിയോ കയറി നിങ്ങൾ കാണണം കേട്ടോ. മുഖസൗന്ദര്യം എന്നും പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ഞാൻ മാറ്റുന്നതായിരിക്കും. ഡബിൾ ചിൻ എന്ന് പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ കൂടെ വെയിറ്റ് ലോസ് ജേർണിക്കുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഥ അല്ല, യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ ഡൽഹിയിൽ ആദ്യം വന്ന സമയത്ത്, അതായത് 2011-12 ആ സമയത്തൊക്കെ ഞങ്ങൾ പ്രൈവറ്റ് ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു താത്തേനെ നോക്കുന്നുണ്ടായിരുന്നു. ക്യാൻസർ ഇൻ ദ ബ്ലാഡർ ആയിരുന്നു അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2 ആയമാരുണ്ടായിരുന്നു. അതായത് ഞാൻ ഡേ ഡ്യൂട്ടി ചെയ്യും, ചേട്ടൻ നൈറ്റാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഹെൽപ്പിന് രാംവതി എന്ന് പറയുന്ന ഒരു ആൻറ്റിയും എൻ്റെ ഹസ്ബൻഡിന് ഹെൽപ്പിന് രാധ എന്ന പേരുള്ള ഒരു ആൻറ്റിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല 2 സഹായികളായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ അവർ പേഷ്യൻറ്റിനെ മറിക്കാനും തിരിക്കാനും നേരത്തും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഡൈപ്പർ മാറ്റുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യും, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ രാധ എന്ന് പറയുന്ന ചേട്ടൻ്റെ ഹെൽപ്പർ രാത്രിയിലെല്ലാം നമ്മൾ ഒരു വിളി വിളിച്ചാൽ മതി. രാധ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ഹെൽപ്പറായിരുന്നു. അവരപ്പോഴേ അത് ചാടി എഴുന്നേക്കും, അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് ഒന്ന് ഇറങ്ങിയാൽ വരെ അറിയുന്ന ഒരു ഹെൽപ്പറായിരുന്നു രാധ എന്ന് പറയുന്നത്. അപ്പം രാധ വിളിച്ചപ്പോഴൊന്നും എഴുന്നേക്കുന്നില്ല. രാധയ്ക്ക് ഭയങ്കര ക്ഷീണം, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് കണക്ക് ചേട്ടന് തോന്നി. അപ്പോൾ 1-2 ദിവസം ചേട്ടൻ അത് സാരമാക്കിയില്ല, വിളിച്ചൊക്കെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ടും രാധ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പിന്നെ ഇത് റിപ്പീറ്റഡ് ആയപ്പോൾ ചേട്ടൻ ചോദിച്ചു എന്നാ പറ്റി എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് രാധയ്ക്ക് ക്യാൻസർ ആണ്, സെർവൈക്കൽ ക്യാൻസർ ആണ്. അപ്പൊ രാധ രാവിലെ പോയി റേഡിയേഷൻ എടുത്തിട്ട് വൈകിട്ട് ജോലിക്ക് വരും. കാരണം രാധയുടെ വീട്ടില് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്, പക്ഷെ ഇവരാരും ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പൊ രാധയാണ് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പൊ ആ വയ്യായികയിൽ ആ റേഡിയേഷൻ എടുത്തിട്ട് രാത്രി വന്ന് അവര് ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും അവർ നമ്മുടെ അടുത്ത് പറഞ്ഞില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് രാധ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയത്തില്ല. കുറെ വർഷത്തെ കാര്യമല്ലേ, നമുക്ക് കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മളെ ചുറ്റിനും ജീവിക്കുമ്പോഴാണ് നമ്മൾ കുറേ പേര് ഇങ്ങനെ വണ്ണമാണ്, അല്ലെങ്കിൽ നമുക്ക് തൈറോയിഡ് ആണ്, ഫാറ്റി ലിവർ ആണ്, ക്ഷീണമാണ്, പനി, ചുമ, ജലദോഷം എന്നും പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് എനിക്കും കൂടെ ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ മോട്ടിവേറ്റഡ് ആവണം. നമുക്ക് എന്ത് വന്നാലും നമ്മൾ വീട്ടിൽ കയറി കുത്തിയിരിക്കരുത്. എന്തൊക്കെ വന്നാലും നമ്മൾ വെയിറ്റ് ലോസുമായിട്ട് മുന്നോട്ട് തന്നെ പോവും. അപ്പൊ കീപ് ഫൈറ്റിംഗ്. ഓക്കെ. അപ്പോൾ ഇനി ചായ കുടി എങ്ങനെയാണ് നിർത്തേണ്ടത്, അല്ലെങ്കിൽ അതിനോടുള്ള അമിതമായ ആസക്തി എങ്ങനെ നിർത്തണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് ഇത് 1 മാസം കൊണ്ട് കഴിയും, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് കഴിയുമെന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ മനസ്സിന് നല്ല കട്ടിയുള്ള ഒരാളാണ്, വിചാരിച്ച കാര്യം നടത്തുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ദിവസം കൊണ്ട് തന്നെ ഈ ചേഞ്ചസ് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ.
പക്ഷെ നിങ്ങൾക്ക് അധികം മനസ്സിനൊരിതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുക്കും കേട്ടോ. അപ്പൊ ക്ഷമ നമുക്ക് നന്നായിട്ട് വേണം. ഞാൻ ഇത് കുറച്ചത് എനിക്ക് തോന്നുന്നു 6 to 1 ഇയറോളം എടുത്തു. കാരണം അത്ര ഒരു അഡിക്ഷൻ ആയിരുന്നു എനിക്ക്. ചായ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ദിവസം ചായ കുടിക്കാതെ ഞാൻ ഇരിക്കാറേ ഇല്ല. എങ്ങനെയെങ്കിലും ഞാൻ പാല് വാങ്ങി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് കുടിച്ചിരിക്കും. അത്ര അഡിക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രയും ടൈം എടുത്തു ഇതിലോട്ട് വരാനായിട്ട്. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങളടുത്ത് പറയാം. ഇപ്പൊ നിങ്ങൾ കാണിച്ചു തരാം. ഇത് നിങ്ങളിപ്പോൾ ഇതിൽ ഒരു ഫുൾ ഗ്ലാസ് ആണ് നിങ്ങൾ കുടിക്കുന്നതെന്ന് വെച്ചോ ചായ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ, ഇന്ന് മുതൽ തന്നെ ഈ ഗ്ലാസ് ഫുൾ ഗ്ലാസ് എന്നുള്ളത് നിങ്ങൾ ഇത്രയാക്കണം. അപ്പൊ നമുക്ക് ഷുഗർ കൂടെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷുഗർ ഇല്ലാതെ കുടിക്കാൻ കുറെ പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗ്ലാസിന്റെ ഇത്രയാക്കണം ചായ. അത് കഴിഞ്ഞ് ഇത്രയാക്കി നിങ്ങൾ കൊണ്ടുവരണം. ഇത്രയാക്കി കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുന്നത് കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് വെച്ചാൽ ഷുഗർ കണ്ടന്റ് അതിനനുസരിച്ച് നമുക്ക് അതിൽ ചേർത്താൽ മതി. മനസ്സിലായോ? ഇത്രയും കൊണ്ടുവന്ന് ഈ ആധാ ഗ്ലാസ് ആവുമ്പോൾ, ഹാഫ് ഗ്ലാസ് ആവുമ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇത്രയുള്ള ഒരു കുഞ്ഞു ഗ്ലാസ് വാങ്ങണം കേട്ടോ. ഈ കുഞ്ഞു ഗ്ലാസ്സിൽ ചായ കുടിക്കണം പിന്നെ തൊട്ട്. എന്നിട്ട് ഈ കുഞ്ഞു ഗ്ലാസ്സിലെ ചായയിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1 സ്പൂൺ പഞ്ചസാരയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അത് നിങ്ങൾ 1/4 സ്പൂൺ അതൊന്ന് കുറയ്ക്കണം. പിന്നെ 1/2 സ്പൂൺ ആക്കണം. പിന്നെ അതൊന്നും കുറയ്ക്കണം. അങ്ങനെ ചെറിയ 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 രീതിയിൽ അത് കുറച്ച് കൊണ്ടുവരണം. പക്ഷെ ചായ നമ്മൾ ഇതിൽ തന്നെയാണ് ഞാൻ കുടിക്കുമായിരുന്നത്. ഇത്രയിൽ തന്നെ കുടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സില് ചായയിൽ നമ്മൾ നേരെ ഷുഗർ എന്നുള്ളത് ശർക്കരയിലോട്ട് മാറും. ഓക്കെ. അപ്പൊ ശർക്കര നമ്മൾ ശകലം ചേർക്കും. ഒരു വളരെ ശകലം, അതായത് 1/4 സ്പൂൺ ശർക്കര ചേർക്കും. അതായത് ഷുഗർ മൊത്തത്തിൽ അപ്പോഴും നമ്മൾ ഒഴിവാക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ ശർക്കരയിലോട്ടാണ് മാറുന്നത്. ഓക്കെ. ആ ശർക്കര കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മൊത്തത്തിൽ കുറച്ചു കൊണ്ടുവരണം. എന്നിട്ട് ചായ നമ്മൾ ഷുഗർ ഇല്ലാതെ കുടിക്കണം. അപ്പൊ ഇപ്പോൾ ഞാൻ ചായ ഷുഗർ ഇല്ലാതെയാണ് കുടിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ല. അത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഇത്രയൊക്കെ എടുത്താണ് ഞാൻ കുടിക്കുന്നത്. എന്നിട്ട് വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ ഷുഗർ ഇട്ട് കുടിക്കും. ഇപ്പൊ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഞാൻ ചായ നിർത്തി എന്ന്. അപ്പൊ ആ ചായ നിർത്താനുള്ള ആ ഒരു മനോബലം വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് കുടിക്കണ്ടെങ്കിൽ കുടിക്കണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ചില ദിവസം എന്നും കുടിക്കും. ഇപ്പൊ ഇന്നലെ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല, പിന്നെ ഇന്ന് ഞാൻ കുടിച്ചു. അങ്ങനെ എനിക്കിപ്പോ എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചായയിൽ ഷുഗർ ഒട്ടും കുറയ്ക്കാൻ അല്ല, ചായയിൽ ഷുഗർ ഇല്ലാതെ കുടിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഒരു ചെറിയ കപ്പിൽ ചായ കുടിച്ച് അത്രയെങ്കിലും ഷുഗർ കണ്ടന്റ് നിങ്ങളെ ഉള്ളിലോട്ട് ചെല്ലാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ ഇതിനൊക്കെ ഒത്തിരി പ്രയത്നം വേണം. നമുക്ക് പെട്ടെന്നൊന്നും ഇത് സാധിച്ചു കിട്ടത്തില്ല കേട്ടോ. എല്ലാവരും വെയിറ്റ് ലോസ് ജേർണി വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഞാൻ എല്ലാവരെയും കമന്റ് വായിക്കുന്നുണ്ട്. ആ കമന്റിനെല്ലാം ഞാൻ റിപ്ലൈയും തരുന്നതായിരിക്കും. കുറച്ച് ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു റിപ്ലൈ തരാനായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. കുറച്ച് കുട്ടികളൊക്കെ ഗ്രേഡ് 2 ഫാറ്റി ലിവറിന്റെ കാര്യമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെറ്റ്ഫോർമിൻ എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു നഴ്സാണ്, ഞാൻ ഡോക്ടർ അല്ല. അപ്പൊ എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്. പക്ഷേ എനിക്ക് ചില ഡോക്ടേഴ്സിന്റെ യൂട്യൂബ് ചാനൽസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പറ്റും. അതായത് ചില ഡയറ്റിൽ കൂടി നമ്മുടെ ഷുഗർ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തത്, അതായത് മൊത്തത്തിൽ ഇല്ലാതെയാക്കിയത്, ഷുഗർ ഉള്ള പേഷ്യന്റ് ഷുഗർ ഇല്ലാതെയാക്കിയ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മാരകമായ പല അസുഖങ്ങളും. അപ്പൊ അങ്ങനെയുള്ള ചാനൽസ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. ചെറിയൊരു ഗൈഡൻസും തരാൻ പറ്റും കേട്ടോ. അപ്പോൾ ആരും നമുക്ക് ഇങ്ങനെ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കരുത്. പിന്നെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് എൻ്റെ പോലെ തന്നെ ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഉണ്ട്, അതിന് ബൾജിങ് ആണ്, സ്വെല്ലിംഗ് ഉണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പൊ ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ആ കുട്ടി ആഹാരത്തിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണം, അതൊന്ന്. അതുപോലെ തന്നെ ഒരു ദിവസം 3 പ്രാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ 3 എന്നുള്ളത് 2 ആക്കുകയും ഇടയ്ക്കുള്ള സ്നാക്കിംഗ് മൊത്തത്തിൽ കുറയ്ക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു 2 ദിവസം നോക്കൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നല്ലതാണ്, അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. പിന്നെ ഞാൻ എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ,
ഞാൻ 11-ാം തീയതി കഴിഞ്ഞിട്ടേ എനിക്കത് പറഞ്ഞു തരാൻ പറ്റൂ. കാരണം ഞാൻ എന്നെ തന്നെ ഒരു എക്സ്പെരിമെന്റിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കുട്ടിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, പുളി ഉള്ള ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. പുളിയുള്ളത് കഴിക്കുകയേ ചെയ്യരുത് കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് ലിവറിൽ സ്വെല്ലിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഷുഗർ കണ്ടൻസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. പച്ചക്കറികളൊക്കെ ഒത്തിരി കൂടുതൽ കഴിക്കണം. 11-ാം തീയതി ഞാൻ കറക്റ്റ് എന്നാണെന്ന് വിളിച്ചാൽ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം എനിക്ക് ഗ്രേഡ് 3 സ്റ്റാർട്ടിംഗ് ആണ്, 2-3 ആണ് കാണിക്കുന്നത്. അപ്പൊ എനിക്കിനി അടുത്ത എൻ്റെ ഒരു അൾട്രാസൗണ്ട് എടുത്താലേ 3-ന്ന് ഞാൻ 2-ലോട്ട് വന്നോ എന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് ഒരു 5 ദിവസം കൊണ്ട് എൻ്റെ സ്വെല്ലിംഗ് എല്ലാം മാറിയത്, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരു കാര്യം പറഞ്ഞു തരാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. അപ്പോൾ ആരും വിഷമിക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന ഡയറ്റിന്റെ കാര്യം, ഞാൻ കഴിക്കുന്ന ഫുഡ്സിന്റെ കാര്യങ്ങൾ കറക്റ്റിന് അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെല്ലൈക്കൺ നിങ്ങൾ ഞെക്കണം, ഓളിൽ ഞെക്കണം. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. നിങ്ങളുടെ ഓരോ മെസ്സേജും എനിക്ക് പ്രചോദനമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരുടെ അടുത്തും. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്തിനെങ്കിലും കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ എന്നെ അറിയിക്കുക. ഓക്കെ, ബൈ.